മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ ഗാന്ധി ഘാതകൻ ഗോഡ്സെയെ പുകഴ്ത്തിയ പ്രൊഫസർ ഷൈജ ആണ്ടവൻ കോഴിക്കോട് NITയിൽ ഡീനായി ഇന്ന് ചുമതലയേൽക്കും. NITയിലേക്ക് യൂത്ത് കോൺഗ്രസും SFIയും നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. അഭിന പി ചിറക്കലുണ്ട് വിവരങ്ങളുമായി. അഭിന, ഇപ്പോഴും പ്രദേശത്ത് പ്രതിഷേധങ്ങൾ തുടരുകയാണോ? തീർച്ചയായും കാളിദാസ്, പ്രതിഷേധത്തിന് ഒരു അയവില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അല്പസമയം മുൻപാണ് 9 മണിയോട് കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇവിടെ നടന്നത്. പിന്നീട് വലിയ പോലീസും അതുപോലെ തന്നെ പ്രതിഷേധക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും കയ്യാങ്കളിയിലേക്ക് എത്തുകയും പിന്നീട് പോലീസ് ഇവിടെ നിന്നും പ്രതിഷേധക്കാരെ യൂത്ത് കോൺഗ്രസ് എത്തുകയാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ തൊട്ട് മുൻപാണ് SFI ഇവിടെ പ്രതിഷേധിക്കാനായി എത്തിയത്. RSS അജണ്ട ഇവിടെ നടപ്പിലാക്കില്ല എന്നറിയിച്ചുകൊണ്ട് തന്നെയാണ് SFI ഇവിടെ പ്രതിഷേധം ആരംഭിച്ചതും. അതുപോലെ തന്നെ ഈ പ്രതിഷേധത്തിനൊടുവിൽ പോലീസും അതുപോലെ തന്നെ SFI പ്രതിഷേധക്കാരും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടാവുകയും പിന്നീട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ ഫ്രട്ടേണിറ്റിയുടെ ഒരു പ്രതിഷേധം തന്നെ ഇവിടെ നടക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ വലിയ സുരക്ഷ തന്നെയാണ് ഇന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, എനിക്ക് ചുറ്റും മുഴുവൻ പോലീസ് സന്നാഹം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഡീനായി ചുമതലയേൽക്കുന്ന ഷൈജ ആണ്ടവന് ഇന്ന് ചുമതലയേൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ തന്നെയാണ് പോലീസ് ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. കാളിദാസ്. അഭിന, മറ്റൊരു കാര്യം കൂടി ഏറ്റവും പ്രധാനമായും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. അതായത് ഡീനാക്കിക്കൊണ്ടുള്ള ഉത്തരവിന് പിന്നാലെ പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ ഉയർന്നതാണ്. വർഗീയ പരാമർശം നടത്തിയതിന് കേസ് നടത്തുന്ന അധ്യാപികയെ ഡീനാക്കി ഉയർത്തിയ ആ ഒരു നടപടിയിൽ അന്വേഷണം വേണമെന്നും ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. അതൊക്കെ പാടെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് NIT അധികൃതർ സ്വീകരിച്ചത് എന്നുള്ളത് വ്യക്തമാവുകയല്ലേ ഈ നിലവിലെ സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ? തീർച്ചയായും കാളിദാസ്, അങ്ങനെ തന്നെയാണ്. നേരത്തെയും KSU ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ തന്നെ ആരോപിച്ചിരുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഇതിനകത്തൊരു രാഷ്ട്രീയ കളി ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതൊരു കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ വിവിധ വിദ്യാർത്ഥി സംഘടനകളും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം രാഘവൻ MP ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉപവാസ സമരം ഉൾപ്പെടെ ഇരുന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പോലും ആവാത്ത ഷൈജ ആണ്ടവൻ എങ്ങനെ ഇത്തരത്തിൽ വലിയൊരു നിയമനത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഈ ഒരു തരത്തിലുള്ള ആളാവാൻ യോഗ്യത എന്താണ് എന്നുള്ളത് തന്നെയാണ് ഏവരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു നടപടി NIT അധികൃതർക്ക് പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ NIT അധികൃതർക്ക് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു രാഷ്ട്രീയപരമായ ഒരു കളി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിലൊരു കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളടക്കം കടക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ഏതായാലും SFIയുടെയും ഫ്രട്ടേണിറ്റിയുടെയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉണ്ടാവുന്നത്. ഇന്ന് ഈ ഷൈജ ആണ്ടവനെ ഇന്ന് ഡീനായി നിയമിക്കില്ല, അല്ലെങ്കിൽ ഈ നിയമനം റദ്ദാക്കണം, ഷൈജ ആണ്ടവനെ പുറത്താക്കണം, RSS അജണ്ട ഇവിടെ നടപ്പിലാക്കില്ല എന്ന ഉറച്ച കാര്യം അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഈ 3 വ്യത്യസ്ത വിദ്യാർത്ഥി രാഷ്ട്രീയക്കാർ ഇന്ന് നിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാളിദാസ്. ശരി, അഭിന പി ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്.